ഹായ് ഹലോ, നമുക്ക് വീണ്ടും ഒരു നട്ടപ്പാതിരി യാത്രയ്ക്ക് പോയി വന്നാലോ? ഇന്ന് നമ്മൾ വിഷുത്തലേന്ന് പടക്കം വാങ്ങാൻ പോവാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേറ്റ് നൈറ്റിൽ നമ്മൾ വടകരയിൽ നിന്നും കക്കട്ടിലേക്കാണ് പടക്കം വാങ്ങാൻ പോകുന്നത്. അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കക്കട്ടിലേക്ക് വെച്ച് പിടിച്ചത്. അങ്ങനെ കാത്ത് കാത്ത് ഇരുന്ന് നമ്മൾ പടക്കക്കടയിലേക്ക് എത്തി. ഷോപ്പ് എത്തിയതോടെ ഞാൻ ചാടി എണ്ണിച്ച് പടക്കം കടയിലേക്ക് പോയി. ഇപ്രാവശ്യം പടക്കം കിട്ടുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അമ്മ തീർത്ത് പറഞ്ഞതാണ് പടക്കം വാങ്ങിച്ചു തരൂലെന്ന്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ വിഷുവിന് പടക്കം പൊട്ടിച്ചിട്ട് 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസവും നെറ്റിയിൽ അത്യാവശ്യം നല്ലൊരു മുറിവുമാണ് എനിക്ക് സമ്മാനമായി കിട്ടിയത്. അവസാനം ഒരുപാട് ദിവസത്തെ സോപ്പിടൽ കൊണ്ടാണ് അച്ഛനെയും അമ്മേനെയും ഞാൻ ഇവിടം വരെ എത്തിച്ചത്. പടക്കക്കടയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കാരണം എന്താ എടുക്കേണ്ടതെന്ന് എനിക്കും ഒരു എത്തും പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം അച്ഛൻ്റെ സഹായത്തോടു കൂടി ഞാൻ കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്തു. ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മ ബാക്കിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പൊട്ടുന്ന എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന്. അമ്മേനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അന്ന് എന്നേക്കാൾ പേടിച്ചത് അമ്മയാണ്. ഇവിടെ ബാർബീൻ്റെയും ബെണ്ടൻ്റെയും അതുപോലെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ കവർ പാക്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. അവസാനം അമ്മയുടെ ഒരു ക്രോസ് ചെക്കിങ്ങും കൂടി കഴിഞ്ഞിട്ടാണ് സാധനം എടുക്കാൻ പെർമിഷൻ കിട്ടിയത്. അമ്മ ഗുണ്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നെടുപൊട്ടി. പക്ഷേ കാര്യമുണ്ടായില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്കറ്റിലാക്കി ഇനി വീട്ടിലേക്ക്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു.